ശബരിമല വിഷയത്തിൽ NSSന്റെ മനംമാറ്റത്തിൽ ഞെട്ടിത്തെറിച്ചിരിക്കുകയാണ് കോൺഗ്രസ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കും നിയമസഭയിലേക്കുമുള്ള തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം അവശേഷിക്കെ NSS നടത്തിയ രൂക്ഷ വിമർശനം UDF ക്യാമ്പിൽ വല്ലാത്ത ആശങ്കയുണ്ടാക്കിയിട്ടുണ്ട്. NSSന്റെ ഈ നിലപാട് മാറ്റത്തിന് പിന്നിൽ കോൺഗ്രസിന്റെ പുതിയ നേതൃത്വമാണെന്ന വിമർശനവും പാർട്ടിയിൽ ശക്തമായിട്ടുണ്ട്. VD സതീശനെ പണ്ടുമുതൽ തന്നെ NSSന് താല്പര്യമില്ല. അതോടൊപ്പം നേതൃനിരയിൽ നായർ സമുദായത്തെ പൂർണ്ണമായി തഴഞ്ഞതിലും അവർക്ക് അമർഷമുണ്ട്. കൂടാതെ ജമാഅത്തെ ഇസ്ലാമി, SDPI പോലുള്ള സംഘടനകളുമായി കൂട്ടുചേർന്നുകൊണ്ട് ന്യൂനപക്ഷ പ്രീണനത്തിന് വീണ്ടും കോൺഗ്രസ് തയ്യാറെടുക്കുന്നുവെന്ന ആരോപണവും NSSനുണ്ട്. NSSന്റെ ഈ നിലപാട് മാറ്റവും ആത്യന്തികമായി എത്തി നിൽക്കുന്നത് സതീശനെതിരെയാണ്. പാർട്ടിയിലെ സതീശ വിരോധ പക്ഷത്തിന്റെ ശക്തമായ ആയുധമായി ഇത് മാറിയിട്ടുമുണ്ട്. ആദ്യം മുതൽ തന്നെ സതീശനെ NSS അംഗീകരിച്ചിരുന്നില്ല. മുൻപ് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തും അതിനുശേഷം രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവായിരുന്നപ്പോഴും സതീശൻ NSSനെതിരായി നടത്തിയ പ്രസ്താവനകളും സ്വീകരിച്ച നിലപാടുകളുമാണ് അവരെ ചൊടിപ്പിച്ചിട്ടുള്ളത്. പ്രതിപക്ഷ നേതാവായതിനു ശേഷം നിലപാട് തിരുത്തി NSS നേതൃത്വവുമായി കൂടിക്കാഴ്ചയ്ക്ക് ശ്രമിച്ചെങ്കിലും അവർ അതിന് അനുമതി നൽകിയിരുന്നുമില്ല. സതീശന് അനുമതി നൽകുന്നതിന് പകരം ശശി തരൂരിനെയും രമേശ് ചെന്നിത്തലയും പെരുന്നയിൽ പല പരിപാടികൾക്കായി ക്ഷണിച്ച് തിരിച്ചടി നൽകുകയും ചെയ്തിരുന്നു. സമദൂരം സ്വീകരിച്ചിരുന്ന കാലങ്ങളിൽ പോലും കോൺഗ്രസ് നേതൃത്വം സുപ്രധാനമായ ചില കാര്യങ്ങൾ NSS നേതൃത്വവുമായി കൂടിയാലോചിച്ചിരുന്നു എന്നാണ് അവരുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ പറയുന്നത്. എന്നാൽ സതീശൻ നേതൃസ്ഥാനത്ത് എത്തിയതോടെ അതിനൊക്കെ അവസാനമായി. പ്രത്യേകിച്ച് സമുദായവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ പോലും. അതിലൊന്നാണ് ശബരിമല പ്രശ്നമെന്നും അവർ ചൂണ്ടിക്കാട്ടുന്നു. ഏകപക്ഷീയമായാണ് സതീശൻ ആഗോള അയ്യപ്പ സംഗമം ബഹിഷ്കരിച്ചതെന്ന അഭിപ്രായമാണ് സുകുമാരൻ നായർക്കും NSSനുമുള്ളത്. ഇത് ഹിന്ദുക്കളുമായി ബന്ധപ്പെട്ട വിഷയമായിരുന്നു. അക്കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കുന്നതിന് മുൻപ് ബന്ധപ്പെട്ട സാമുദായിക നേതൃത്വങ്ങളുമായി ആശയവിനിമയം നടത്താൻ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ സതീശൻ തയ്യാറാകണമായിരുന്നുവെന്നും NSS വൃത്തങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു. ഭൂരിപക്ഷ വിഭാഗങ്ങളെക്കാൾ ഏറെ ന്യൂനപക്ഷങ്ങളെ പ്രീണിപ്പിക്കുക എന്ന നയമാണ് ഇപ്പോൾ സതീശന്റെ നേതൃത്വത്തിൽ UDFൽ അരങ്ങേറുന്നതെന്നും അവർക്ക് അഭിപ്രായമുണ്ട്. സതീശൻ പ്രതിപക്ഷ നേതാവാണെങ്കിലും മുന്നണിയുടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് മുസ്ലിം ലീഗാണ്. ജമാഅത്തെ ഇസ്ലാമിയെ പോലൊരു സംഘടനയുമായി UDF ബാന്ധവത്തിൽ ഏർപ്പെടാനുള്ള കാരണവും അവരാണ്. അവരുടെ ആവശ്യത്തിന് സതീശൻ വഴങ്ങുകയായിരുന്നു. മുന്നണിയുടെ ഭാവിയേക്കാൾ ഏറെ സ്വാർത്ഥ താല്പര്യങ്ങൾക്കാണ് പ്രാധാന്യമെന്നും NSS പറയുന്നു. ലീഗിന് വഴങ്ങി SDPIയുമായും ചിലയിടങ്ങളിൽ രഹസ്യ ബാന്ധവുമുണ്ട് UDFന്. അതേസമയം NSS ഉൾപ്പെടെയുള്ള സംഘടനകളെ പൂർണ്ണമായും അവഗണിക്കുന്ന നിലപാടും സ്വീകരിക്കുന്നു. ഇതാണ് സുകുമാരൻ നായരെ ചൊടിപ്പിച്ചതെന്നാണ് NSS വ്യക്തമാക്കുന്നത്. NSSന്റെ ഈ നിലപാട് പാർട്ടിക്കുള്ളിൽ സതീശന് പുതിയ തലവേദനയായി മാറുകയാണ്. സതീശന്റെ പല നിലപാടുകളിലും തുടക്കം മുതൽ തന്നെ എതിർപ്പുള്ള നേതാക്കൾ ഇത് ആയുധമാക്കാനുള്ള നീക്കത്തിലാണ്. ഇതിന്റെ ഭാഗമായി NSS നേതൃത്വത്തെ എങ്ങനെയെങ്കിലും വരുതിക്ക് കൊണ്ടുവരുവാനാകുമോ എന്ന ശ്രമമാണ് അവർ നടത്തുന്നത്. രമേശ് ചെന്നിത്തലയും KC വേണുഗോപാലും ഉൾപ്പെടെയുള്ളവർ ഈ അവസരം ശരിയായി മുതലെടുക്കാനുള്ള ശ്രമത്തിലുമാണ്. കോൺഗ്രസിന്റെ സമവായ ശ്രമങ്ങൾക്ക് NSS വഴങ്ങിയാൽ അത് ഉപാധിയോടെ ആയിരിക്കുമെന്ന വിലയിരുത്തലാണ് ഇതിനും പിന്നിലുള്ളത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ സതീശനെ നേതൃസ്ഥാനത്ത് നിന്നും മാറ്റണമെന്ന നിർദ്ദേശമാകും NSS മുന്നോട്ട് വയ്ക്കുക എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരും കണക്കാക്കുന്നത്. UDFന് അധികാരം ലഭിച്ചാൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് രമേശിനും വേണുഗോപാലിനും സുഗമമായി എത്താനാകും. രണ്ടുപേരും തമ്മിൽ തർക്കമുണ്ടായാൽ ടേം വീതം വെക്കാനുള്ള തീരുമാനവുമാകാം. ഇതിനെല്ലാം പുറമെ ശശി തരൂർ രംഗത്ത് വരുമോ എന്ന ഭീതിയും കോൺഗ്രസ് ക്യാമ്പുകളിലുണ്ട്. ഇപ്പോൾ തരൂർ തീർത്തും നിശബ്ദനാണ്. ഒരു കാലത്ത് തരൂരിനെ ശക്തമായി എതിർത്ത NSS അടുത്ത സമയത്ത് ആ നിലപാട് മാറ്റിയെന്ന് മാത്രമല്ല, തരൂരാണ് യോഗ്യനെന്ന് വരെ അഭിപ്രായപ്പെടുകയും ചെയ്തു. ആ പശ്ചാത്തലത്തിൽ നിലവിൽ NSSന്റെ പിന്തുണ ഏറ്റവും ഏറെ ലഭിക്കാൻ സാധ്യതയുള്ളത് തരൂരിനാണെന്ന് അദ്ദേഹത്തെ അനുകൂലിക്കുന്നവരും വ്യക്തമാക്കുന്നു. ഏതായാലും കോൺഗ്രസ് NSSുമായുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് നിലവിൽ ചുമതലപ്പെടുത്തിയിരിക്കുന്നത് രമേശ് ചെന്നിത്തലയാണ്. പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഒരുപക്ഷെ സോണിയാഗാന്ധിയും NSS ആസ്ഥാനം സന്ദർശിക്കാനുള്ള സാധ്യത വരെയുണ്ട്. ഏത് വിധേനയും NSSനെ ഒപ്പം നിർത്തുക അത്രമേൽ കോൺഗ്രസിന് ആവശ്യകരമാണ്.